ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കായംകുളത്താണ്. ഇവിടെ ആംട്രോക്സ് എനർജി എന്ന് പറഞ്ഞിട്ട് ഒരു ലിഥിയം ബാറ്ററി മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ കൂടെ ഉള്ളത് സൂര്യനാരായണ ബ്രോ ഉണ്ട്, അതുപോലെ തന്നെ അഖിലും ഉണ്ട്. അഖിലാണ് നമുക്ക് ഈ ഒരു ക്യാമറ ഈ ഒരു റേറ്റിൽ വാങ്ങി തന്ന ആൾ. അപ്പോൾ ആംട്രോക്സ് എനർജിയുടെ ഓണറായിട്ടുള്ള ഡാഫിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മെയിനായിട്ട് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയുടെ മാനുഫാക്ചറിങ്ങും അസംബ്ലിയാണ് മെയിനായിട്ട് കാണാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഒരു ചെറിയൊരു യൂണിറ്റാണ്. ഇവിടെയാണ് ഇവരിൻ്റെ ഒരു അസംബ്ലിയും മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഒരു ഫെസിലിറ്റി. ചെറിയ ഫെസിലിറ്റിയാണ്, എന്നാലും ഇവിടെ നിന്ന് ഇവർ TNR പോലെയുള്ള വണ്ടികൾക്കൊക്കെ ബാറ്ററീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ഒരു ഫൈനൽ പ്രോഡക്റ്റാണ്. കണ്ടോ, ഒരു ബാറ്ററി ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്തേക്കുന്നതാണ്. ഇവിടെ വേറെയും ബാറ്ററികൾ കാണാം. ഇവിടെ ഒരു ചെറിയൊരു 1.5 kWh എന്തോ വരുന്ന ഒരു ബാറ്ററിയുടെ ഒരു അസംബ്ലിയാണ് ഈ കാണുന്നത്. നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ സെല്ലുകളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഇവരിത് അസംബ്ലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ സെല്ലുകൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ നിരത്തി അവർ വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ബാക്കി ലിഥിയം ഫെറോഫോസ്ഫേറ്റിനെ പറ്റിയും ഇതിൻ്റെ ലൈഫ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡാഫിൻ ബ്രോ തന്നെ പറഞ്ഞുതരും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ്? ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ലിഥിയം അയോണിനേക്കാളും സേഫാണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ്. ഇത് എന്തുകൊണ്ടാണ് സേഫ്? പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് തന്നെ ചെയ്യണത്? എന്തുകൊണ്ടാണ്? ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിഥിയം ഫെറോഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സെല്ലിനകത്ത് ഫ്രീ ആയിട്ട് ഓക്സിജൻ കണ്ടന്റ് അടങ്ങിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടേ ഇല്ല. കൊബാൾട്ട് ഇല്ല ഇതിനകത്ത്. കൊബാൾട്ട് നമ്മളിത് വരുമ്പോഴത്തേക്ക് നമുക്ക് 3 ടൈപ്പ് ബാറ്ററികളാണ് വരുന്നത് സാധാരണ. ടെർണറി ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി. ഇതിന് ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പെന്നുള്ള അർത്ഥമാണ് അയൺ. പിന്നെ വരുന്നത് LTO സെൽ, അത് പറയുമ്പോൾ നമ്മൾ ലിഥിയം ടൈറ്റാനേറ്റ്. പക്ഷേ നമ്മുടെ ഇപ്പം NMC കൂട്ടുള്ള സെല്ലുകൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മെയിൻ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹൈ നിക്കൽ ബാറ്ററി എന്നും പറയും. അതിനകത്ത് പിന്നെ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊബാൾട്ടാണ് മെയിൻ ഘടകം. ഈ കൊബാൾട്ട് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഒരു ഹൈ ടെൻഷൻ നല്ല കറണ്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് റിയാക്ട് ചെയ്ത് നല്ല ചൂട് വരുന്ന സമയത്ത് ഇത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഹൈഡ്രജൻ ബോംബിനെക്കാട്ടി പ്രകാശശേഷിയുള്ളതാണ് ഈ കൊബാൾട്ട്. കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ NMC സെല്ലുകളല്ലേ, ലിഥിയം അയോൺ അങ്ങനെയുള്ള ഇതൊക്കെ. ഇതിനകത്ത് ഞാൻ പറഞ്ഞോട്ട് ഓക്സിജന്റെ കണ്ടന്റ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ഓക്സിജൻ ഇല്ല. ഇതിപ്പം നമ്മളൊരു ഇതിനകത്തൊരു പഞ്ചറാവോ എന്തെങ്കിലും ഡാമേജ് വരുമോ ചെയ്യും, ഇതിനകത്ത് ഗ്യാസ് ലീക്ക് ആകത്തേ. അല്ലാതെ ഇതിനകത്ത് ഓക്സിജന്റെ കണ്ടന്റ് ഒട്ടും അടങ്ങാത്തതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഈ എക്സ്പ്ലോഷന്റെ പരിപാടി ലിഥിയം ലീക്കേജ് വരില്ല, ഫെറോഫോസ്ഫേറ്റിനകത്ത് വരത്തില്ല. എന്താ നമ്മുടെ ഇരുമ്പും ഫോസ്ഫേറ്റിന്റെ ഒരു ഓക്സൈഡും കൂടെ അതിനകത്ത് അടങ്ങിയത്. പിന്നെ ഇതിനകത്ത് മാഗ്നൈസിന്റെ കണ്ടന്റ് കൂടെ നമ്മൾ ഇടയ്ക്ക് ഇതിനകത്ത് മാനുഫാക്ചറിങ് യൂസ് ചെയ്യാറ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനെ ലോ ആക്കാൻ അതിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ എങ്ങനെ പോയാലും 2000 സൈക്കിൾ സിലിണ്ടറിക്കൽ സെല്ല്, ഇതിന്റെ പ്രിസ്മാറ്റിക് സെല്ല് വരുന്നു. പ്രിസ്മാറ്റിക് സെല്ല് വരുമ്പോഴത്തേക്ക് നമുക്ക് 3000 സൈക്കിൾ വരും. പക്ഷേ അതിനുള്ള സൈസ് കൂടുതൽ. നമുക്ക് സോളാർ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് മുതൽ എത്ര വരെയാണ് കൺസിഡർ ചെയ്യുന്നത്? സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ ഡിസ്ചാർജ്, ഒരു ഫുൾ ചാർജിങ്, അതാണ് ഒരു സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സെല്ലുകൾ ഒരുമിച്ച് ചേർത്താണ്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ പ്യൂർ ആയിട്ടുള്ള നിക്കൽ സ്ട്രിപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്യൂസിങ് യൂണിറ്റ് ആയിട്ടും ഇത് ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വാട്ടർ ഡാമേജോ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ ഈ സാധനം അങ്ങ് മെൽറ്റ് ആയി അങ്ങ് മാറുകയും. ഓക്കെ. അപ്പോൾ വേറൊരു എക്സ്പ്ലോഷൻ അങ്ങനത്തെ ഇഷ്യൂലേക്ക് പോവില്ല, വരത്തില്ല. ഉറപ്പാണ്. ഇല്ല, നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചോദിക്കണം. കാരണം ഒരുപാട് പേര് ചോദിക്കണതാണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റിനെ പറ്റി. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോട്ടൺ വരുന്നുണ്ട്. പലരും ഇതിന് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി പലരും ഇതിന് കോട്ടൺ വരും, നിക്കൽ കോട്ട് ചെയ്ത് വരുന്നുണ്ട്. അതിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ ഫ്യൂസിങ് ആയിട്ട് ആക്ട് ചെയ്തില്ല. അതിനകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇത് പിന്നെ സെല്ല് ചൂടാവും, നല്ല രീതിയിൽ ചൂടാവും. നല്ല ഹൈ കറണ്ട് നമ്മൾ എടുക്കുമ്പോൾ ചൂടാവും.
നമ്മൾ ഇതിനകത്ത് അതിനും ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടേപ്പുകളും കാര്യങ്ങളും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ലിഥിയം അയോണിനേക്കാളും ഒരുപാട് സേഫാണ്. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിനകത്ത് കൊബാൾട്ട് കണ്ടന്റ്, കൊബാൾട്ട് അതാണ് മെയിൻ നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയുന്നത്. ഇപ്പോൾ ബ്രോയുടെ കയ്യിലിരിക്കണ സെല്ല് ഏത് കമ്പനിയുടെയാണ്? അത് എന്ത് വിലയൊക്കെ വരും അതിന്? ഇത് FP Tech എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ. ഓക്കെ ഓക്കെ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 350 രൂപ. 350 രൂപ ഒരു സെല്ലിന് വരും. ഇപ്പോൾ ഒരു നമ്മൾ ഇത് സോളാർ ഗ്രേഡ് വരുന്നുണ്ട്, ഇത് EV ഗ്രേഡാണ്. ഓ, നമ്മളിവിടെ EV ഗ്രേഡ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ EV ഗ്രേഡ് എന്ന് പറയുമ്പോൾ EV ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇതിന് 3C സെല്ലാണ്. ഇതിപ്പോൾ 6000 mAh ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു 18 AH വരെ അറ്റ് എ ടൈം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു സെല്ലിന് 350 അല്ലേ? 350 രൂപ. പല ഇത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിഥിയത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ചൊക്കെ ഇരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ലിഥിയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടേജ് വരുമ്പോൾ വില കൂടും. ഷോർട്ടേജ് വരുന്നതനുസരിച്ചിരിക്കും. അല്ല, നമ്മുടെ അപ്പോൾ ഈതർ പോലെ നമുക്കൊരു 3.2 kWh എന്നൊക്കെ പറയുമ്പോൾ എന്ത് വലിപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ഇതിന്റെ ഒരു 3 ഇരട്ടി ഉണ്ടാവും. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വേറെ കമ്പനിക്കാർ യൂസ് ചെയ്യാത്തതിന്റെ സ്പേസ് അനുസരിച്ച്. അതെ അതെ. നമ്മുടെ LFP സെല്ലിന് എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റും സൈസും കുറവാണെന്നോ? അതിനകത്ത് എനർജി നമുക്ക് സൂക്ഷിക്കാനുള്ള എനർജി ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് എനർജി ഒരു 18650 സെൽ എടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സൈസിൽ ലിഥിയം അയോൺ NMC ആണെങ്കിൽ ഇതൊരു 2000 വാട്ട് മേലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. നമ്മുടെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആകുമ്പോൾ എനർജി ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ട് കുറവാണ് നമ്മുടെ LTO സെൽ, ലിഥിയം ടൈറ്റാനേറ്റ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ മെയിനായിട്ട് വലിയ വലിയ കമ്പനികൾ ഇത് യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് സൈസും വെയിറ്റും. കാരണം സ്കൂട്ടർ ആയതുകൊണ്ട് വെയിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാറുകൾക്ക് അത് പ്രശ്നമില്ലല്ലോ. വേറെ എന്താണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ആർക്കൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക ബാറ്ററീസ് മാനുഫാക്ചർ ചെയ്തതിന്? ഞങ്ങൾ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഷോറൂം പോകുന്ന വണ്ടിക്ക്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഈ ചില നമ്മൾ കൂടുതലും ലോ സ്പീഡിലോട്ടാണ് കൊടുക്കുന്നത്. ഹൈ സ്പീഡിന് അവരുടെ ബാറ്ററി തന്നെ നിർബന്ധമായിട്ട് വരുന്നുണ്ട് ആ ഒരു രീതി. പിന്നെ ചില വണ്ടിക്കൊക്കെ ആളുകൾ അങ്ങനെ മേടിച്ച് വെക്കുന്നുണ്ട്, അത് ഷോറൂമാരുടെ റിസ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഈ ഷോറൂമിലാണ് കൊടുക്കുന്നത്. എന്നാൽ അവർ ചിലവർ ഈ മറ്റേ ബാറ്ററിക്ക് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് TNRന്റെ പല ഡീലേഴ്സും ബാറ്ററി എടുക്കാതെ വണ്ടി മാത്രമായിട്ട് എടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ അവർക്കൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. TNR ഞാൻ കേട്ടിട്ടുണ്ട്, TNR ഒക്കെ കേട്ടിട്ടുണ്ട്. റോമായി ഇതൊക്കെ നല്ല സ്പീഡുള്ള വണ്ടികളുണ്ട്, ആ വണ്ടിക്കൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സെല്ലുകൾ എല്ലാം ചൈനയിൽ നിന്നാണ് മെയിനായിട്ട് വരുന്നതെന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതത്രേ ഉള്ളൂ. ചൈനയിലാണ് മെയിനായിട്ട് ഇതിന്റെ ലിഥിയം റിഫൈനറി ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു രാജ്യത്ത് അവർ ലിഥിയം കണ്ടുപിടിച്ചാലും ശരി, അത് ചൈനയെ കൊണ്ടുപോകാൻ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുപോകത്തുള്ളൂ. അല്ല, ചൈന എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെയുള്ള ചൈനയ്ക്ക് കൊള്ളാത്തതും കിട്ടാനല്ല. അതെ, ആപ്പിൾ വരെ ചൈനയിലാണ് ഉണ്ടാക്കിയത്. 90% മണ്ടയ്ക്കും ലിഥിയം റിസോഴ്സസ് ഉള്ളത് ചൈനയിൽ തന്നെ, ചൈനയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഹൈ ക്വാളിറ്റി സെല്ലുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊക്കെ ബ്രാൻഡുകളാണ്? എനിക്കിതിനെ പറ്റിയിട്ട് ബ്രാൻഡുകൾ ഐഡിയ ഒന്നുമില്ല. സെല്ലുകൾ നിങ്ങൾ എങ്ങനെയൊക്കെ ബ്രാൻഡ്? ഇപ്പം നമ്മൾ FP Tech വന്നു, പിന്നെ വെൽസൺ പവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പം കുറച്ചുകൂടി ഇതായിട്ട് തന്നെ. നമ്മൾ ഇത് മാനുഫാക്ചേഴ്സ് അല്ല, ഇതൊന്നും തന്നെ പല ബ്രാൻഡിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കൂടെ നോക്കും. പക്ഷെ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാതെ നമ്മൾ ഒരു ലോഡ് വന്നാൽ തന്നെ അത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളിവിടെ ഇതിൻ്റെ IR ഇന്റർണൽ റെസിഡൻസ് നോക്കി ലോഡ് ചെയ്ത് നോക്കി എന്നിട്ടൊക്കെ നമ്മൾ ഇതിനകത്ത് കയറ്റുന്നുള്ളൂ. സോർട്ടിങ് എന്നുള്ള പരിപാടി ഇതിനകത്ത് മെയിൻ ഘടകമാണ്. ഇപ്പോൾ സോർട്ടിങ് കഴിഞ്ഞതാണ് അവിടെ ഇപ്പം സ്റ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യില്ല, ഫൈനൽ വരെ ഓരോ വോൾട്ടേജും ആംബിയറും ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിഥിയം ഫോസ്ഫേറ്റ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി പാക്ക് ചെയ്ത് കഴിഞ്ഞതിനകത്ത് നമുക്ക് ബാലൻസിങ് എന്ന് പറഞ്ഞൊരു ബാലൻസിങ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഈ വരുന്ന BMSനകത്ത് ഓൾറെഡി ബാലൻസിങ് ഉണ്ട്. എന്നാലും നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ബാലൻസിങ് ചെയ്തേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, എല്ലാ ഇതിനകത്ത് നമ്മൾ പലതും പാലിന് സീരീസും വെച്ചേക്കും. എല്ലാം ഒരേ വോൾട്ടേജിലോട്ട് എല്ലാം ഒരേ. ഇതിപ്പോ ബാലൻസിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ ചെയ്യാ ആക്ച്വലി? അപ്പോൾ
ഇത് നമുക്കൊരു ബാലൻസർ ആയിരുന്നു. ഇത് ബാലൻസർ വഴി ഇത് കപ്പാസിറ്റർ ടൈപ്പ് ബാലൻസർ ആയിരുന്നു. അപ്പോൾ ഓരോ സെല്ലും ഒരേ വോൾട്ടേജ് അല്ലെ ഒരേ ആംപിയർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്താനല്ലേ ബാലൻസിങ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വാറണ്ടി നമ്മൾ മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് 3 ഇയർ ആണ് വരുന്നത്. 3 ഇയർ. അതിനകത്ത് 2 ഇയർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന് ഫ്രീ ഓഫ് കോസ്റ്റ് വാറണ്ടി വരും. പിന്നെ വരുന്ന നമുക്ക് സർവീസ് വാറണ്ടി വരും. നമുക്ക് പിന്നെ BMS നമുക്ക് 1 ഇയറേ നമുക്ക് പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ BMS നമുക്കും വാറണ്ടി ഇല്ലാതെ വരുന്നത്. നമ്മളിനി അതിന് വാറണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെയും റേറ്റ് ചെയ്യാം. ഇതിൽ പൊതുവേ ഇപ്പോൾ ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി എടുത്താലേ അതിൽ കംപ്ലൈന്റ് ആയിട്ട് വരുന്നത് സെല്ല് ലെവലിലായിരിക്കില്ലേ കംപ്ലൈന്റ് വരാം? അതെ അതെ, അങ്ങനെ പറ്റും. നമുക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇത് ചിലപ്പോൾ കംപ്ലൈന്റ് വരുന്നത് ബാലൻസിങ് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇത് ചിലവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാലൻസിങ് ചെയ്യാൻ പറ്റും. ചില ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഈ സ്ലോ ചാർജർ ചെയ്യുമ്പോൾ തന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ ഫുൾ ആകുന്നെങ്കിൽ നമ്മളൊരു 6 മണിക്കൂറോ വല്ലതും അതങ്ങ് ഇട്ടേക്കണം. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചാർജറിൽ കാണാൻ പറ്റും. ആദ്യത്തെ ഒരു യൂസിന് മാത്രമാണ് ബാലൻസിങ്. അല്ല, ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ആഴ്ചയിൽ ഒരാഴ്ചയിൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കുറെ നേരം ഇട്ട് അവർ ഓവർനൈറ്റ് ചാർജ് ചെയ്യണ പോലെ. ഓവർനൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് ഇത് ചാർജ് ചെയ്യുമ്പോൾ ഇതിനകത്ത് BMS ഈ സെല്ലിനെയൊക്കെ ഒരേ കൂട്ടാക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പകുതി തീരുമ്പോഴായിരിക്കും, ചിലപ്പോൾ 80% തീരുമ്പോഴായിരിക്കും ചാർജ് ചെയ്യുന്നത്. പല ഇത് വരുന്നത്. അതൊക്കെ അത്ര ഉള്ളൂ. അപ്പോൾ പൊതുവേ ബാറ്ററി ആണെങ്കിൽ ഒരു തവണയൊക്കെ ആഴ്ചയിൽ ഓവർനൈറ്റ് ചാർജ് ചെയ്യണതാണ്. നമ്മൾ കൂടുതലും നമ്മൾ എന്താ പറയുക ഒരു 5 ആംപിയർ 6 ആംപിയർ ആ റേഞ്ചിലുള്ള മെയിനായിട്ട് നമ്മൾ ചാർജർ ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. 10 ആംപിയർ ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് 20 ആംപിയർ വരെ കൊടുക്കാം. 1 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാം. അതിനുള്ള കപ്പാസിറ്റി ഉള്ള BMS സെൽസോ വെച്ചേക്കുന്നത്. പക്ഷെ നമ്മളത് സ്ഥിരം നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യാനുള്ള എത്ര നാള് ലൈഫ് കിട്ടും? മാക്സിമം എത്ര വർഷം? നമുക്കൊരു ഇത് ഈ സെല്ല് വെറുതെ ഷെൽഫ് ലൈഫിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം 20 വർഷം വരെ കിട്ടും. നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു 2000 മണ്ടക്കോട്ട് കിട്ടും. 2000 സൈക്കിള് 2000 മണ്ടക്കോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് BMS എന്ന് പറയുന്നത്. BMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. നമ്മുടെ ബാറ്ററീനെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇതൊക്കെ ലോ ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ലിഥിയം അയോൺ ബാറ്ററീസിലൊക്കെ പല ഇഷ്യൂസും വരാറുണ്ട്. അപ്പോൾ ബ്രോ ഇതിന് എന്ത് റേറ്റ് വരും? ഒരു BMS ഈ ഒരു BMS എന്ത് റേറ്റ് വരും? നമുക്ക് ഓരോ ബാറ്ററിക്കും ഓരോ രീതിയുണ്ട്. ഇത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 2500 ടു ഇത് സ്മാർട്ട് BMS വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ 6000 ആ റേഞ്ചൊക്കെ വരും. ശരിക്കും പറഞ്ഞാൽ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് BMS എന്ന് പറയുന്നത്? BMS എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നമ്മുടെ ബാറ്ററികളെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ. പറഞ്ഞാൽ എല്ലാ സെല്ലിനും ഒരേ രീതിയിൽ ചാർജിങ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ BMS. BMSന്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ എന്താ സംഭവിക്കുക? BMSന്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യും. ഓരോ സെല്ലുകളും പല ഇതിനകത്ത് ബാലൻസിങ് ഓൾറെഡി ചെറിയൊരു ബാലൻസിങ് വരുന്നുണ്ട്. ബാലൻസിങ് ഇല്ലാത്തതുണ്ട്, കുറഞ്ഞതുണ്ട്, പല ഇതുണ്ട്. നമ്മളിതിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കുറഞ്ഞത് വെച്ചാലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 6 മാസം എടുക്കുമ്പോൾ ചിലപ്പോൾ പോയെന്നിരിക്കാം. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ പൊതുവേ ഒരു ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയണ പരാതി 50,000 രൂപയാണ് ബാറ്ററി, 60,000. ഇപ്പൊ ഇതൊക്കെ എടുത്ത് 55-60 രൂപയൊക്കെയാണ് ബാറ്ററി. അതനുസരിച്ചുള്ള കപ്പാസിറ്റികൾ നോർമലി വരുന്ന കാര്യം ഒരു 1.5 കിലോവാട്ടിന്റെ ആണ്. അതിന് തന്നെ 36 രൂപക്ക് അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ വലിയ ബാറ്ററികൾ ബ്രാൻഡുകളുടെ വരുമ്പോൾ 60,000 ഒക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലുകൾ ഇമ്പോർട്ടഡ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. ഇമ്പോർട്ടഡ് തന്നെ, പക്ഷെ അതിന് വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ട് കിലോ വാട്ട് കൂടുതലായി. 2.5-3 കിലോ വാട്ട്. നമ്മൾ കിലോ വാട്ട് കൂടുതലനുസരിച്ച് 50,000 രൂപ നമ്മുടെ ഇതിന് വരും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ കണ്ടില്ലേ, ഇത് 36,000 പറഞ്ഞത് 1.5. നമുക്കൊരു 3 കിലോ വാട്ട് ആണെങ്കിൽ ഇത് എന്ത് വിലക്ക് നിൽക്കും? 3 കിലോ വാട്ട് ആണെങ്കിൽ ഇതിന്റെ ഡബിള് വരും. 70 റേഞ്ചിലേക്കൊക്കെ പോകും. 70 പോകത്തില്ല, ഒരു 60-നകത്തൊക്കെ വരും. ലിഥിയം അയോണിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും ലിഥിയം ഫെറോഫോസ്ഫേറ്റ്. ചെറിയ വ്യത്യാസം വരത്തുള്ളൂ. പിന്നെ അതിനൊന്നും മെയിൻ സ്പേസ് കുറവെന്നുള്ള ഒരുപാട് വെയിറ്റ് വരും വണ്ടിക്ക് അല്ലേ? വേറെന്താ ഉള്ളത്? ഇതിന്റെ കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ പ്രോഡക്റ്റും അതിന്റെ ഒന്നും ചുമ്മാ വെയിറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു സീനാണ് എടുത്തു വെച്ചത്. ചുമ്മാ അവന്മാരുടെ അവിടെ മാനുഫാക്ചറിങ് വർക്ക്
ഗൈസ് ഇത് കണ്ടോ, ഇതാണ് ഒരു സെല്ല്. നമ്മൾ നോർമലി നമുക്ക് വീട്ടിൽ കിട്ടുന്ന AA സെല്ലിൻ്റെ ഒക്കെ ഒരു 4 ഇരട്ടി സൈസ് ഉണ്ട്. ഇതൊരു 6000 mAh ഒരു സെല്ലാണ് കേട്ടോ. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ കണ്ടിട്ടില്ല, 5000 mAh, അതുപോലെ 6000 mAh ഒരു സെല്ല്. ഇത് FB Tech എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണ്. വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു സെല്ലാണിത്. ആക്ച്വലി മെയ്ഡ് ഇൻ ചൈനയാണ്. ഒരുവിധം എല്ലാ സെല്ലുകളും ചൈനീസാണ് നമുക്ക് വരുന്നത്. ചൈനയിൽ തന്നെ നമുക്കറിയാമല്ലോ, ലോ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ട്, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള സെല്ലുകളാണ് ഇവരിവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഗൈസ്, അപ്പോൾ ഇതാണ് BMS എന്ന് പറയുന്നത്. BMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. നമ്മുടെ ബാറ്ററീനെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇതൊക്കെ ലോ ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ലിഥിയം അയോൺ ബാറ്ററീസിലൊക്കെ പല ഇഷ്യൂസും വരാറുണ്ട്. അപ്പോൾ ബ്രോ, ഇതിന് എന്ത് റേറ്റ് വരും? ഒരു BMS, ഈ ഒരു BMS എന്ത് റേറ്റ് വരും? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബാറ്ററിക്കും ഓരോ രീതിയുണ്ട് ആംബിയർ അനുസരിച്ച്. ഇത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 2500 ടു ഇത് സ്മാർട്ട് BMS വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ 6000 ആ റേഞ്ചൊക്കെ വരും. ശരിക്കും പറഞ്ഞാൽ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് BMS എന്ന് പറയുന്നത്? BMS എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നമ്മുടെ ബാറ്ററികളെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഘടകം. പറഞ്ഞാൽ എല്ലാ സെല്ലിനും ഒരേ രീതിയിൽ ഡിസ്ചാർജിങ്, ചാർജിങ്, ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ BMS. BMSന്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ എന്താ സംഭവിക്കുക? BMSന്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യും. ഓരോ സെല്ലുകളും പല ഇതിനകത്ത് ബാലൻസിങ് ഓൾറെഡി ചെറിയൊരു ബാലൻസിങ് വരുന്നുണ്ട്. ഓക്കെ, ബാലൻസിങ് ഇല്ലാത്തതുണ്ട്, കുറഞ്ഞതുണ്ട്, പല ഇതുണ്ട്. നമ്മളിത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കുറഞ്ഞത് വെച്ചാലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 6 മാസം എടുക്കുമ്പോൾ ചിലപ്പോൾ പോയെന്നിരിക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനിയൊരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയുടെ അസംബ്ലി കാണാം. ഇത് നമ്മൾ ഓരോന്നിൻ്റെയും IR അനുസരിച്ചാണ് വെക്കുന്നത്. അത് കറക്റ്റ് നമ്മളിപ്പോൾ സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ സെല്ലിനും ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. അതെ, ഇത് ഇതിപ്പം 30 AH വരുന്നത്. 30 AH വരുമ്പോഴത്തേക്ക് നമ്മൾ 6 AHന്റെ 5 സെറ്റ് പാരൽ ചെയ്താൽ വരുന്നത്, പാരലായിട്ട്. പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ 60 വോൾട്ട് ചെയ്യുന്നത്. ഓക്കെ, 60 വോൾട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 20 എണ്ണം സീരീസ് ചെയ്താണ് 60 വോൾട്ട് ചെയ്യുന്നത്. 20 എണ്ണം സീരീസ് ആയിട്ട്. ഇതിപ്പം ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ് സാധനം. ചിലപ്പോൾ ഇത് വേറെ രീതിയിലും ചെയ്യാം. പല കോൺഫിഗറേഷനിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഇതിന്റെ സെല്ലിന്റെ അളവ് വെച്ച് കസ്റ്റമറുടെ വണ്ടിയുടെ സ്ഥലം അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് വരുത്തി ചെയ്യാം. ഇതിപ്പോൾ എത്ര? ഇതിപ്പോൾ 4 ലെയറിലായിരുന്നു. ഇത് 3 ലെയർ ചെയ്യാം, 2 ലെയർ. അപ്പോൾ ഇതിന്റെ മേളിലേക്ക് ഇത് സ്റ്റാക്ക് ചെയ്യുമോ? അതെ, സ്റ്റാക്ക് ചെയ്യും. ഇത് വെൽഡ് ചെയ്യും. എങ്ങനെയാണ് ഇവിടെ നേരത്തെ കാണിച്ച നിക്കൽ സ്ട്രിപ്പ് വെച്ചിട്ട് സ്പോട്ടിൽ ഇങ്ങനെ വെൽഡ് ചെയ്യും അല്ലേ? വെൽഡ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇത് ജോയിൻ ചെയ്ത് തന്നെ ഇത് മടക്കി ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനിടയിൽ എന്തൊക്കെയാണ് ഇൻസുലേഷൻ വരുമ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഈ ടേപ്പ് വരുന്നുണ്ട്. ഹീറ്റ് റെസിസ്റ്റന്റ് ടേപ്പ്. അതല്ല, ഇത് കൊറോഷന് ഈ വെൽഡ് ചെയ്യുന്നിടത്ത് കൊറോഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എയർ ടൈറ്റ് ആകാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. പിന്നെ ഇതിനകത്ത് വേറെ ബാർലി പേപ്പർ എന്ന് പറയുന്ന ഇൻസുലേഷൻ ടേപ്പ് ഉണ്ട്, അത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇത് നമ്മുടെ ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ്. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇൻസുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇതിനകത്ത് എന്തൊരു ഇത് വന്നാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് കിട്ടത്തില്ല. എന്നിട്ട് ഇതിന്റെ തന്നെ ബോക്സ് ഉണ്ട് നമുക്ക്, ഫൈബർ ഗ്ലാസിന്റെ ബോക്സ് ചെയ്ത് ഇതാണ് മെറ്റൽ ബോക്സിനകത്തോട്ട് ഇറക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ഇത് ചെയ്യുക? ഇത് സ്പേസിങ്ങിന് വേണ്ടി വെക്കണമെന്ന് തോന്നുന്നല്ലേ? അത് പ്രോപ്പറായിട്ട് നമ്മൾ ഈ വെൽഡ് ചെയ്യുന്ന സാധനം ഇത് വെക്കാതെ വെൽഡ് ചെയ്യുന്നതുകൊണ്ട്, ഈ സാധനം വെക്കാതെ ചെയ്യുന്നവരും ഉണ്ട്. ഇത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്ലൂ സ്റ്റിക്കൊക്കെ അടിച്ച് ഒട്ടിച്ച് വെച്ച് ചെയ്യുന്നതുണ്ട്. ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയാണ്, കട്ടർ വീഴാം. ഇതിന് ഷെയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെൽഡ് പൊട്ടിക്കഴിഞ്ഞാൽ വണ്ടി നമ്മൾ പോകുന്ന വഴി നിൽക്കുന്നതിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ വെൽഡിങ് ആണ് ചെയ്യാല്ലേ? ഇനി നമ്മൾ വെൽഡിങ് ആണ് ചെയ്യാൻ പോണല്ലേ? സ്പോട്ട് വെൽഡിങ്. ഇവരുടെ പേരെന്താ? ദേവൻ. പൊളി പേരാണല്ലോ. നമ്മളിനി നിക്കൽ സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ സ്പോട്ട് വെൽഡ് ചെയ്യാൻ പോണല്ലേ? ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ നിക്കലിൻ്റെ സ്ട്രിപ്പ്, പ്യുവർ നിക്കൽ സ്ട്രിപ്പ്. ഇത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ സ്പോട്ട് വെൽഡ് ചെയ്ത് കണക്ഷനുകൾ കൊടുക്കാൻ പോകുന്നു ഓരോ സെല്ലുകളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ?
ഓക്കെ. അപ്പോൾ ഇനി ഇതും ഇതുപോലെ തന്നെ ഇവിടെ ചെയ്തിട്ട് ബാക്കി മറിച്ച് വെച്ചിട്ട് 3 ചെയ്യൂല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാ ഈ സെല്ലുകൾ പാരലലും സീരീസൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടേപ്പ് വെച്ച് കവർ ചെയ്യാണ് ചെയ്യുന്നത്. എയർ ടൈറ്റ് ആയിട്ട് ചെയ്യണമല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതുപോലെ ഓരോ കണക്ഷനും നമ്മൾ ഈ കണക്ട് ചെയ്ത എല്ലാത്തിൻ്റെ പുറത്തും നമ്മൾ ഇത് ഒട്ടിക്കണമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വൺസ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പ്രൊസീജിയർ എന്താ പറയുക? ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് നമുക്കൊരു ഇൻസുലേഷൻ ഗ്യാസ്കറ്റ് വരും, ബാരൽ പേപ്പർ കാണാൻ പറ്റുമോ സംഭവം? ബ്രോയുടെ പേരെന്താ? സന്ദീപ്. സന്ദീപും ദേവനും. നിങ്ങൾ രണ്ടുപേരും ഇത് തന്നെയാണ് ചെയ്യണത്? ബാറ്ററി സെയിൽസ്. ഓ ഓ, ഇതെന്താ സംഭവം? ഇൻസുലേഷൻ ആയിട്ടല്ലേ? അപ്പോൾ ഇത് ഓരോ ലെയറിനിടയിൽ ജസ്റ്റ് ഒട്ടിക്കും. ഓക്കെ. അല്ല ഒട്ടിക്കണ്ട, വെറുതെ പറഞ്ഞു തന്നാൽ മതി. ഒട്ടിക്കണമെന്നില്ല. ഓ ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് അടുത്ത ബാറ്ററി പാക്ക് ഇതിൻ്റെ പുറത്ത് വെക്കുമോ? ഒട്ടിച്ചിട്ട് ഇതിന്റെ എൻഡ് കണക്ഷൻ എവിടെ നിന്ന് എടുക്കുക? അതിന്റെ എൻഡ് കണക്ഷൻ ഇതേകൂട്ട് സ്ട്രിപ്പ് നമ്മൾ ഇവിടെ അടിക്കും. ഓക്കെ ഓക്കെ. അത് ഇതുമായിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ജോയിൻ ചെയ്തിട്ട് ഇതേകൂട്ട് ഇതിനകത്ത് ഒഴിച്ച് നമ്മൾ ഈ മെറ്റീരിയൽ ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ ഇതിനെ ഇടയ്ക്ക് വെക്കും. അപ്പൊ ആദ്യം ആ ഒരു ഷീറ്റ് വെക്കും, ആ ഒരു പിങ്ക് കളർ വെക്കും, എന്നിട്ട് കണക്ഷൻ ചെയ്തിട്ട് ഫൈബർ ഗ്ലാസ് ഷീറ്റ് വെക്കും. കണക്ഷൻ ചെയ്തിട്ട് ഫൈബർ ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ 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 ഓക്കെ. ഇതിനിടയിൽ നമുക്ക് കാണാം. ഇപ്പൊ തൊടണതിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല ഇത് നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കുക, അതുകൊണ്ട് അല്ല അത് കുഴപ്പമില്ല. ഇതിനിടയിൽ നമുക്ക് കാണാം. ഇതിനിടയിൽ നമുക്ക് ആ ഷീറ്റ് കാണാം, ഫൈബർ ഗ്ലാസ് ഷീറ്റ്. അപ്പോൾ ഇങ്ങനെ സൈഡ് ചരിച്ചിട്ടാണല്ലോ ഇങ്ങനെ കണക്ട് ചെയ്യാൻ. ഇനി എന്നിട്ട് ഫൈബർ ഗ്ലാസിന്റെ തന്നെ ഇതിന് ബോക്സ് നമ്മൾ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മെറ്റീരിയൽ ഇത് കുറച്ചുകൂടി ബോക്സ് ചെയ്ത് ഫൈബർ ഗ്ലാസിന്റെ ബോക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മെറ്റൽ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഈ മെറ്റൽ ബോക്സിലേക്ക്. ഓക്കെ മെറ്റൽ ബോക്സ്. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഇരിക്കില്ല. കഴിച്ചപ്പോൾ നമ്മൾ ഒരു 1.5 kWh ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി വെയിറ്റ് നോക്കാൻ പോവുകയാണ്. ഏകദേശം എത്ര കിലോ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് 15 കിലോക്ക് മേലുണ്ട് 1.5 kWh. അപ്പോൾ ഒരു 3 kWhലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 30 കിലോക്ക് അടുത്ത് വെയിറ്റ് വരും. അതുകൊണ്ടാണ് പ്രമുഖ ബ്രാൻഡുകൾ ആരും ലിഥിയം ഫെറോഫോസ്ഫേറ്റ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത് കൈനറ്റിക്കിൻ്റെ ഓട്ടോയുടെ ബാറ്ററിയാണ്. ഇത് എത്ര വർഷം പഴക്കമുള്ള ബാറ്ററിയാണ് ആക്ച്വലി? ഇതൊരു 3 വർഷത്തേക്ക് പഴക്കമുള്ള 3 വർഷം. അപ്പോൾ 3 വർഷം മുമ്പ് തന്നെ ഇവർ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തൊരു വെയിറ്റ് വരും ഈ ഒരു ബാറ്ററിക്ക്? ഇത് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. എങ്ങനെയായാലും നമ്മൾ 2 പേര് വേണം. 2 പേര് വേണ്ടി വരും. ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നേക്കണ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതൊക്കെ ബാറ്ററികളാണ് സർവീസ് ചെയ്ത് കൊടുക്കുക? നമ്മൾ NMC ബാറ്ററി ആയാലും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന സിലിണ്ടറിക്കൽ സെല്ലുകളും പ്രിസ്മാറ്റിക്കുകളും ആണെങ്കിൽ നമ്മൾ ചെയ്യാം. പക്ഷേ ഇതേകൂട്ടുള്ള പക്ക ചൈനീസ് സാധനം ഇതേകൂട്ടുള്ള സാധനം നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പ്രിസ്മാറ്റിക് ആയിട്ട് ലിഥിയം ഇത് NMC സെല്ല് വന്നേ. ഇത് ബൾജ് ആവുക. ഇതിൽ സിലിണ്ടറിക്കൽ അല്ല അപ്പോൾ യൂസ് ചെയ്തത്? ഇതിനകത്ത് വന്നേക്കുന്ന സിലിണ്ടറിക്കൽ അല്ല. ബൾജ് ആയിക്കണ എന്തുകൊണ്ടാണ്? ഇത് ബൾജ് ആകുന്ന ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഡ് ചെയ്യും. അതെ. ഇത് അതുകൊണ്ട് ഇത് സർവീസ് ചെയ്യാനായിട്ട് വന്നതാണ്. പക്ഷെ നമ്മൾ കസ്റ്റമർക്ക് ഇതിപ്പം മാറ്റി കൊടുത്ത് നമ്മുടെ ബാറ്ററി കൊടുത്ത്. ഗൈസ്, അപ്പോൾ ഇതൊരു NMC സെല്ലാണ്, ലിഥിയം അയോൺ. ഇതിപ്പോൾ കണ്ടോ ബൾജിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഓവർ ഹീറ്റായിട്ട് ബൾജ് ചെയ്തിട്ട് ഇവിടെ സർവീസിന് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് അവർ പകരം ഇവർ വേറൊരു ബാറ്ററി കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഇതിലധികം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ബൾജായിട്ടുണ്ട്. ഇവിടെ ലെവലിൽ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഥിയം അയോൺ ആയതുകൊണ്ട് ചിലപ്പോൾ അത് എക്സ്പ്ലോഡൊക്കെ ചെയ്ത് പോകും. അപ്പോൾ ഒരുവിധം ബാറ്ററികളെല്ലാം നിങ്ങളിവിടെ സർവീസ് ചെയ്ത് കൊടുക്കും. ഇപ്പം ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഞാൻ കോണ്ടാക്റ്റ് കൊടുക്കാം. ഇതിലൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. വേറെ എന്താണ്? ഇതൊന്നും
ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 1.5 kWh സെല്ല്, ഈ 80 സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് എന്ത് റേറ്റ് വരും? ഇത് ഏകദേശം നമുക്ക് ഒരു ജനറൽ പ്രൈസ് വരുമ്പോഴത്തേക്ക് ബാറ്ററി മാത്രം ഒരു 38,500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇത് തന്നെ ഈ റേറ്റ് തന്നെ. നമുക്ക് ഇതിനകത്തുള്ള മെറ്റീരിയലിന്റെ റേറ്റ് കൂടുതലാണോ കുറയോ ചെയ്യുവാണെങ്കിൽ അതിനുള്ള അങ്ങോട്ടും അപ്പോൾ ഏകദേശം ഒരു 40,000 രൂപക്ക് അടുത്തതിന് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആകുമ്പോൾ കുറേ കൂടെ സേഫറാണ്. നമ്മുടെ ബ്രോ പറഞ്ഞതുപോലെ പോലെ കൊബാൾട്ടിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ കൂടെ സേഫറാണ്. എക്സ്പ്ലോഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ ലിഥിയം അയോണിനേക്കാളും ഒരുപാട് വെയിറ്റും സൈസും ലിഥിയം ഫെറോഫോസ്ഫേറ്റിന് കൂടുതൽ വരും. അതുകൊണ്ടാണ് പ്രമുഖരായിട്ടുള്ള ബ്രാൻഡുകാരും ലിഥിയം ഫെറോഫോസ്ഫേറ്റ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ആംട്രോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി മാനുഫാക്ചറിങ് യൂണിറ്റിലെ വിശേഷങ്ങളായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടു. അതായത് അതിൻ്റെ അസംബ്ലി, സെല്ലുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിൻ്റെ വില, ലൈഫ്, വാറണ്ടി എല്ലാം നമുക്ക് ഡാഫിൻ ബ്രോ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇവരിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഇവർ ഡീലേഴ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിലയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും, എന്തുകൊണ്ടാണ് ഒരു ബാറ്ററിക്ക് ഇത്ര വില വരുന്നത്, അല്ലെങ്കിൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് എന്തുകൊണ്ട് മറ്റ് ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു, അതിൻ്റെ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ബാറ്ററി, ലിഥിയം ഉള്ള ബാറ്ററിയൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരുവിധം എല്ലാ ബാറ്ററികളും ഇവരിവിടെ സർവീസ് ചെയ്യുന്നതാണ്. ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കരുതുന്നു. യൂസ്ഫുൾ എന്നുള്ള രീതിയിലൊക്കെ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. പലർക്കും ലിഥിയം ഫെറോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ലിഥിയം അയോൺ തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ എങ്ങനെയാണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് സേഫ് ആയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നത് വരെ ബൈ.